ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഇവിടെ 4 ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നല്ല മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നിന്നിട്ടേ ഇല്ല. പുറത്ത് വാക്കിങ്ങിനൊന്നും പോകാൻ പറ്റുന്നില്ല, കാരണം നല്ല തണുപ്പുണ്ട്, നല്ല മഴയാണ്. അപ്പോൾ ഇന്നലെ എനിക്കൊരു സർപ്രൈസായിട്ടൊരു സാധനം കിട്ടി. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. അത് സർപ്രൈസായിട്ട് 2 ദിവസം 3 ദിവസം മുന്നേ ഞാനും ധ്രുവും കൂടെ നടക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം വേണം, അല്ല ഞാനത് വാങ്ങണം, ഇടണം എന്നൊക്കെ. അപ്പോൾ ഇന്നലെ സർപ്രൈസായിട്ട് അവൻ്റെ ഡാഡിനോടും മമ്മീനോടും പറഞ്ഞു തോന്നുന്നുണ്ട്. എനിവേ അറിയില്ല. പക്ഷെ എനിക്ക് ഇന്നലെ സൺഡേ ആയിട്ട് സർപ്രൈസായിട്ട് ഒരു സാധനം എൻ്റെ മകൻ തന്നു. ആ സാധനമാണ് ഇത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് എനിക്ക് ഇടണമെന്നൊരാഗ്രഹമായിരുന്നു. ഹായ്. അപ്പോൾ ഇത് ഇടണം എന്നൊരാഗ്രഹമായിരുന്നു. നൈക്കിൻ്റെ ഒരു ഷൂ, നൈക്കിൻ്റെ അല്ല, ബ്രാൻഡഡ് ഷൂ. നൈക്കാണെങ്കിൽ ബെസ്റ്റ്. അങ്ങനെ ഷൂ ഇടണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച. ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ കോസ്റ്റ്ലി സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. വാങ്ങിക്കുമ്പോൾ വിചാരിക്കും എന്തിനാ അത് വെറുതെ പൈസ വേസ്റ്റ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് പിശുക്കിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ല. വാങ്ങാൻ പലതും ആഗ്രഹിക്കും, പിന്നെ എനിക്ക് വേണ്ട, ആ പൈസയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും വാങ്ങിക്കാറില്ല. അപ്പം മിനിയാന്ന് 2 ദിവസം മുന്നേ അവൻ്റെ ഡാഡി ഒരു നൈക്കിൻ്റെ ഷൂ കൊടുത്തപ്പോൾ ഞാൻ എന്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു നൈക്കിൻ്റെ ഷൂ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, വാങ്ങിക്കണം എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അവനൊരു പക്ഷേ പറഞ്ഞിരിക്കാം. എന്തായാലും എനിക്ക് ഇന്നലെ ഒരു സർപ്രൈസായിട്ട് എൻ്റെ മകൻ തന്ന ഷൂ ആണിത്, നൈക്കിൻ്റെ ഷൂ. ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ യാത്രയിലാണ്. ഞാൻ 28-ാം തീയതി തിരിച്ച് നാട്ടിലേക്ക് 1 മന്ത് ഹോളിഡേക്ക് പോവുകയാണ്. തിരിച്ച് പോകുമ്പം ഈ ഷൂ ഇട്ടിട്ട് അന്നേ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുള്ളൂ, അതിൻ്റെ മുന്നേ ഇടുന്നില്ല. ദിവസം ഇടാനാണ് പുറകെ നടക്കാൻ പോകുമ്പോൾ പറഞ്ഞത് മോൻ. പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല, ഞാൻ അന്നാണ് ആദ്യമായിട്ടിടുക. അപ്പം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ, നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് പൂർത്തീകരിക്കണം എന്നാണ് പറയുക. പക്ഷെ ഞാൻ ചെയ്യാറില്ല. ആഗ്രഹിക്കണം. ഇപ്രാവശ്യം ഞാൻ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ്. നാട്ടിൽ പോയിട്ടാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാങ്ങി തരില്ല, അതുകൊണ്ട് വേണ്ട, നാട്ടിൽ പോയിട്ട് ഞാൻ സ്വയം വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ്. യാത്ര ചെയ്യുമ്പോൾ, കാരണം ഞാൻ കുറേ യാത്ര ചെയ്യുന്ന ആളാണ്. യാത്ര ചെയ്യുമ്പം കാല് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മുടെ നടത്തങ്ങളും എല്ലാം കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം കാല് ചിലപ്പം എനിക്ക് ടൈറ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഈ നൈക്ക് ബ്രാൻഡഡ് ഷൂ ഇടുമ്പം അതാണ് ഒരു ഉപകാരം. കാരണം നമ്മുടെ നടത്തം കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ കുറേ വിചാരിച്ചതാണ് വാങ്ങിക്കണം. അതിന് പിന്നെ ആയിരിക്കും ഷോപ്പിൽ പോയി അതിൻ്റെ വില നോക്കുമ്പോൾ ഞാൻ ആയിരിക്കും വേണ്ട, വാങ്ങിക്കണ്ട എന്ന്. അപ്പം എനിക്ക് അത് എന്തായാലും കിട്ടി. താങ്ക് യു. ധ്രുവിനോടും താങ്ക് യു, എൻ്റെ മോനോടും താങ്ക് യു, ദീപേനോടും താങ്ക് യു, എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ നൈക്ക് ഇടാനുള്ളൊരു ചാൻസ് തന്നത്. ഓക്കെ, കുറച്ച് ഇമോഷണൽ ആയിപ്പോയി, അതാണ്, പ്രശ്നമില്ല. അപ്പോൾ ഇതാ ധ്രുവ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര കളിയിലാണ്. ഇതാ ധ്രുവ് കളിക്കുന്നു, വീഡിയോ ഗെയിം കളിക്കുന്നു, കളീൻ്റെ ഇതിലാണ്. ഇന്ന് സ്കൂൾ ഹോളിഡേ ആണ്, അവൻ പോയിട്ടില്ല. ചെറിയ മോന് മാത്രമേ സ്കൂളിലുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അവൻ പോയി. അവനും ഞാനും മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്, ബൈ. ഇത് താങ്ക് യു വെരി മച്ച്. ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കൊരു 3-4 വർഷം മുന്നേ. ദുബായ് മോളിൽ മോളെ കൂടെ ഞാനും മോളും ഞങ്ങളെല്ലാവരും കൂടെ ദുബായ് മോളിൽ പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോൾ എന്ത് ചെയ്യാനാ, മോളല്ലേ, നമ്മളെ മാതിരി കല്ലുമുള്ളൊന്നും ഇല്ലല്ലോ. ഞാൻ നടന്നോളാം ചെരുപ്പില്ലാണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചില്ല. ഇതേപോലെ ഒരു ബ്രാൻഡഡ് ഷോപ്പ് പോയിട്ട് എനിക്കൊരു 350 ദിർഹത്തിൻ്റെ ഒരു ചെരുപ്പ് വാങ്ങി തന്നു. ഞാൻ കഴിവതും അവളോട് പറഞ്ഞതാണ് എനിക്ക് വേണ്ട, അതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ലുലുമോളുണ്ട്, അവിടെ നിന്നൊരു സാധാരണ ചെരുപ്പ് വാങ്ങിക്കാമെന്ന്. പക്ഷെ അവൾ സമ്മതിച്ചില്ല. അതെങ്ങനെയാണ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ആ ചെരുപ്പന്നെ എനിക്ക് അവൾ വാങ്ങി തന്നു. 350 ദിർഹം ഉണ്ടായിരുന്നു അന്ന് ആ ചെരുപ്പ് ഞാനത് ഉപയോഗിക്കാതെ സൂക്ഷിച്ച് അലമാരയിൽ സൂക്ഷിച്ച് വെച്ച് നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ ഒരു ബേസിക്കായിട്ടുള്ളൊരു സ്വഭാവം ഇതാണ്, ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാലോ അല്ലെങ്കിൽ ഏതാണ് ഉപയോഗിക്കാണ്ട് നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഇത് ഞാൻ ഉപയോഗിക്കും, അത് നശിപ്പിച്ചിട്ടൊന്നുമില്ല. കുറേ കാലം അങ്ങനെ ഫങ്ഷൻസും കാര്യങ്ങൾക്കൊക്കെ ഇട്ടും. നമ്മുടെ നാട്ടിൽ ഈ മഴയത്തും ഇതിലൊന്നും ചെളിയിലൊന്നും ഇടാൻ പറ്റുന്ന നല്ലൊരു ചെരുപ്പായിരുന്നു. പക്ഷെ അത് ഞാൻ കുറേ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് അലമാറയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ എനിക്കുണ്ടായിരുന്നു. അന്ന് അവളോട് ഞാൻ താങ്ക് യു പറഞ്ഞിരുന്നു അറിയില്ല, ഇന്ന് ഞാൻ താങ്ക് യു പറയുന്നു. എൻ്റെ 2 മക്കൾക്കും താങ്ക് യു വെരി മച്ച്.
നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തന്നാൽ, ഞാൻ സ്വയം സാധിപ്പിച്ചെടുത്തിട്ടില്ലെങ്കിലും എനിക്ക് ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ അത് സാധിപ്പിച്ച് തരാറുണ്ട്. ഇതുവരെ അങ്ങനെയാണ് നടന്നത്. ഇനിയും അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, again, bye.